ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് രുദ്രയുടെ 7th മന്തിൻ്റെ ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡെക്കറേഷൻ, എന്തൊക്കെയാണ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തത് എന്നൊക്കെ ഒരു വിശദീകരിച്ചിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ അവളുടെ ഒരു 6 മാസം വരെയുള്ള ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്, ഓരോ മന്തിലെ ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അവളെ താഴെ ഇങ്ങനെ ഷീറ്റ് വിരിച്ച് കിടത്തിയിട്ട് അതിൽ എന്തെങ്കിലും വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്ലവറൊക്കെ വെച്ചിട്ട് ലെറ്റർ എഴുതിയിട്ട് അതിന് തൊട്ടടുത്ത് അവളെ കിടത്തിയിട്ടായിരുന്നു ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവളുടെ 6-ാം മാസത്തിന് ശേഷം ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഓരോ ഷൂട്ടും നടത്തിയിട്ടുള്ളത്. അപ്പോൾ അവളുടെ 7th മന്തിൻ്റെ ഒരു ഷൂട്ടും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കാം. ഇത് ഞങ്ങളുടെ വീട്ടിലെ 2 പഴയ സ്റ്റൂളുകളാണ്. ഈ സ്റ്റൂള് ആക്ച്വലി 2 സ്റ്റൂളല്ല 4 സ്റ്റൂളാണ്. ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഒരെണ്ണം അങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദിവാങ്കോട്ടിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. 2 തുണി ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം സ്റ്റൂളിൻ്റെ മുകളിലും ഒരെണ്ണം സ്റ്റൂളിൻ്റെ താഴെയായിട്ട് ഫ്ലോറിലും അങ്ങനെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ പോട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. പോട്ടി ചൂസ് ചെയ്യാൻ കാരണം അവളതിൽ ഇരിക്കും എന്നെനിക്ക് ഉറപ്പാണ്. ഈ പോട്ടിയുടെ വീഡിയോ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ കയറിയിട്ട് കാണാം. പിന്നെ ആ പോട്ടി ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ പോട്ടി കവർ ചെയ്തത് എന്തെങ്കിലും ഒരു ഓപ്പോസിറ്റ് കളേഴ്സ് ആണെങ്കിൽ ഒന്നും കൂടെ അട്രാക്ഷൻ കിട്ടും. ഞാൻ കയ്യിൽ കിട്ടിയൊരു മെറ്റീരിയൽ എടുത്തിട്ട് അതിലിങ്ങനെ കവർ ചെയ്ത് കൊടുത്തതാണ്. പിന്നെ തണ്ണിമത്തനാണ് ഞാനിവിടെ 7 എഴുതാൻ വേണ്ടി ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ തണ്ണിമത്തൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ട് അതിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് അതിൽ 7 എഴുതിയിരിക്കുകയാണ്. അതൊക്കെ പെട്ടെന്നുള്ളതാണ്. അത്ര വലിയ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അത്ര പെർഫെക്ഷനൊന്നുമില്ല. എന്നാലും എനിക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ അവളെ കളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കിട്ടിയ ഫോട്ടോസ് ഞാനവിടെ കാണിക്കാം.